ഫഹദ് ഫാസിലും വടിവേലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത മാരീഷൻ എന്ന സിനിമ കണ്ടു. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. ഒരു വാച്ചബിൾ മൂവിയാണ്. കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന ദയ എന്ന കഥാപാത്രം ഒരു ലോക്കൽ കള്ളനാണ്. അപ്പോൾ ഒരു വീട്ടിൽ മോഷണ ശ്രമത്തിനിടെ വടിവേലു അവതരിപ്പിക്കുന്ന വേലായുധം പിള്ള എന്ന കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു. അപ്പോൾ അൽഷിമേഴ്സ് രോഗിയായ വേലായുധം പിള്ള ഒരു യാത്രയുടെ തയ്യാറെടുപ്പിലായിരുന്നു. ചില ഗൂഢ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ദയയും കൂടി ആ യാത്രയിൽ വേലായുധം പിള്ളയുടെ കൂടെ പോവുകയാണ്. അപ്പൊ ഇവരുടെ യാത്രയും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു റോഡ് മൂവി ടൈപ്പ് ആണ്. അപ്പൊ ഇവരുടെ യാത്ര കുറച്ച് ഹ്യൂമറും സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് യുവൻ ശങ്കർ രാജയുടെ BGM-ഉം മ്യൂസിക്കുമാണ്. അപ്പൊ ഈ യാത്ര നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ആ BGM-ഉം അതിൽ വരുന്ന സോങ്ങുകളും പിന്നെ ആ പിക്ചറൈസേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ക്യാമറ വർക്കും എഡിറ്റിങ്ങും എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ യാത്ര പോയിട്ട് ഇന്റർവെൽ വരുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്വിസ്റ്റിലാണ് ഇന്റർവെൽ നിർത്തുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് പടം മൊത്തം ഒരു ത്രില്ലർ മോഡിലാണ് പോകുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ അതും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലൈമാക്സ് വരുമ്പോഴും ഒരു സാറ്റിസ്ഫൈങ് ക്ലൈമാക്സ് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഒരു ഗംഭീര ഒരു ക്ലൈമാക്സ് എന്നുള്ള രീതിയിൽ ക്ലൈമാക്സ് വന്നില്ലെങ്കിലും ഓക്കെ ആയിരുന്നു ക്ലൈമാക്സ്. സിനിമ മൊത്തത്തിൽ കൊള്ളായിരുന്നെങ്കിലും റൈറ്റിംഗ് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്തി നന്നാക്കി എടുത്തിരുന്നെങ്കിൽ ഒരു കിടിലൻ സിനിമയായി മാറേണ്ട ഒരു പടമായിരുന്നു മാരീഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കുന്നത് ആക്ടേഴ്സിന്റെ ഗംഭീര പെർഫോമൻസ് കൊണ്ടാണ്. ഫഹദ് ഫാസിലും വടിവേലും മത്സരിച്ചാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഫഹദ് അവതരിപ്പിക്കുന്ന ദയ എന്ന കഥാപാത്രം ഒരു കള്ളനാണ്. അപ്പൊ നമ്മൾ രജനീകാന്തിന്റെ വേട്ടയലില് ഒരു ഹൈടെക് കള്ളനായിട്ടുള്ള പാറ്റക്കിന്റെ ഒരു മാനറിസങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലും പുള്ളി ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിലൊരു ലോക്കൽ കള്ളനാണെന്നുള്ളൂ. പിന്നെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഒരു മാസ് ആക്ഷൻ സംഭവങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പൊ എല്ലാം നല്ല രീതിയിൽ തന്നെ ഫഹദ് ചെയ്തു വെച്ചിട്ടുണ്ട്. വടിവേലുവിന്റെ പെർഫോമൻസ് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. ഒരു ക്ലാസ് പെർഫോമൻസ് തന്നെയാണ് വടിവേലു ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അൽഷിമേഴ്സ് അസുഖമുള്ള ഒരു കഥാപാത്രം, അപ്പൊ പുള്ളിയുടെ ആ ഒരു മാനറിസവും കാര്യങ്ങളും പിന്നീട് വരുന്ന ചേഞ്ചും എല്ലാം അടിപൊളിയായിട്ടാണ് വടിവേലു ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പൊ ഈ രണ്ട് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ റൈറ്റിംഗ് കുറച്ച് മോശമായി പോയെങ്കിലും അതൊക്കെ മറികടന്ന് നമ്മളെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു എൻഗേജിങ് തരുന്നത് ഇവർ രണ്ടുപേരുടെയും അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരുടെ കോംബോ നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ആ ഒരു കോൺവെർസേഷനും ആ ഹ്യൂമറും സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ അത് ഈ സിനിമയുടെ ഒരു മെയിൻ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ പറയേണ്ടതാണ്. പിന്നെ വിവേക് പ്രസന്ന, സിത്താര, കോവൈ സരള എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റ് പ്രധാന താരങ്ങൾ. അപ്പൊ ഇവരും ഇവരുടെ കിട്ടിയ റോള് നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന തീം ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളതാണെങ്കിലും സിനിമയുടെ റൈറ്റിംഗ് ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് വന്നില്ലെങ്കിലും ആക്ടേഴ്സിന്റെ ഗംഭീര പെർഫോമൻസ് കൊണ്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് മാരീഷൻ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പൊ ഒരു തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മാരീഷൻ. അപ്പൊ വേഷം മാറാൻ കഴിവുള്ള മാരീശൻ ഈ സിനിമയിൽ ഫഹദാണോ വടിവേലു ആണോ എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ അറിയാം. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.